ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ചൈന വിസിറ്റ് ചെയ്യാൻ പ്ലാനുള്ളവരാണോ? അതോ ചൈനയിലെത്തിയിട്ടും എങ്ങനെയാണ് ഒരു ടാക്സി ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണോ? ഡോണ്ട് വറി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ചൈന വിസിറ്റ് ചെയ്യാൻ പ്ലാനുള്ളവരാണെങ്കിലും ചൈനയിലെത്തിയവരാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ് ദീദി ആപ്പ്. നമ്മൾ നാട്ടിൽ ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് ഊബർ യൂസ് ചെയ്യില്ലേ, ആ സെയിം തന്നെയാണ് ഈ ചൈനക്കാരുടെ ദീദി ആപ്പും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പാണിത്. ഇതൊരു ചൈനീസ് ആപ്പാണെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്കെന്നാൽ ഒരു ടാക്സി ബുക്ക് ചെയ്ത് നോക്കിയാലോ? ഈ പിടി പൊട്ടിയ ചായക്കപ്പ് പോലെ ഇരിക്കണില്ലേ, ഇതാണ് നമ്മുടെ ദീദി ആപ്പ്. ആപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കറണ്ട് ലൊക്കേഷൻ പിക്കപ്പ് ലൊക്കേഷനായിട്ട് സെലക്ട് ആവും. ഇവിടെ ഇപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്ന എൻ്റെ ഹോട്ടലാണ് പിക്കപ്പ് ലൊക്കേഷനായിട്ട് സെലക്ട് ആയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ എങ്ങോട്ടോ പോകേണ്ടതെന്നാണ്. ഞാൻ എന്തായാലും ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരെ പോവാണ്. അപ്പോൾ ഞാൻ ഡെസ്റ്റിനേഷനായിട്ട് സെലക്ട് ആക്കുന്നത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ച കാരണം ഹിസ്റ്ററിയിൽ കാണാം ഷൗഷിങ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. അതാണ് ഞാനിവിടെ ഡെസ്റ്റിനേഷനായിട്ട് സെലക്ട് ആക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ചെറിയ മാപ്പിൽ എത്ര ദൂരം ഉണ്ടെന്നും എത്ര സമയം കൊണ്ട് നമുക്ക് അവിടെ എത്താമെന്നും കാണിക്കും. പിന്നെ താഴെ കാണുന്നതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്യാബ് സർവീസസ്. ഇതെന്താ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും സെയിം ഡിസ്റ്റൻസിന് ഇത്രയധികം വാടക കൂടി വരുന്നത്? അത് വേറെ ഒന്നല്ല, താഴെയുള്ള 3 ലക്ഷറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രീമിയം വണ്ടികളാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഡിസ്കൗണ്ട് എക്സ്പ്രസ്സുമാണ്. റേറ്റ് കുറവും കൂടാതെ ഈ 2 ക്യാബുകളുടെയും അവൈലബിലിറ്റി കൂടുതലുമാണ്. ഞാൻ എന്തായാലും കൺഫേം റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. ഒരു എക്സ്പ്രസ് ഡ്രൈവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ ഉള്ളത് 1.3 കിലോമീറ്റർ അപ്പുറത്താണ്. 5 മിനിറ്റിനുള്ളിൽ എൻ്റെ ലൊക്കേഷനിലോട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ വണ്ടി നമ്പർ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്രസ്, വണ്ടിയുടെ കളർ കാണാം, ഡ്രൈവറിൻ്റെ പേര്, കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓർഡർ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഈ കോൾ ഓപ്ഷൻ ചൈനീസ് അറിയുന്നവർ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ പോലെ മെസ്സേജ് ഓപ്ഷൻ യൂസ് ചെയ്യുക. എന്തിനാണ് ഈ കോൾ ഓപ്ഷനും മെസ്സേജ് ഓപ്ഷനും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലാണ് നിൽക്കുന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിലും നമുക്കത് ഡ്രൈവറെ വിളിച്ച് മുൻകൂട്ടി പറയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ലഗേജ് ഉണ്ടെന്നും കാറിൻ്റെ ട്രങ്ക് യൂസ് ചെയ്യണമെന്നും ഡ്രൈവറെ മുൻകൂട്ടി അറിയിക്കാനായിട്ട് പറ്റും. ഈ കോളും മെസ്സേജൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് എന്തായാലും മെസ്സേജ് ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നോർമലി എൻ്റെ ലൊക്കേഷൻ അക്യുറേറ്റ് ആണെന്നും എൻ്റെ ലൊക്കേഷൻ പ്രകാരം തന്നെ എന്നെ പിക്കപ്പ് ചെയ്യാമെന്നാണ് ഞാൻ കൊടുക്കാറ്. ഇൻ കേസ് എൻ്റെ കയ്യിൽ ലഗേജ് ഉണ്ടെങ്കിൽ ആ ഓപ്ഷന് ഞാൻ കൊടുക്കാറുണ്ട്. നമുക്കെന്തായാലും ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ വണ്ടി ഇതേ എത്താറാ എന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും നോക്കാം. ഗായ്സ്, നമ്മുടെ വണ്ടി ഇതേ വരുന്നുണ്ട്. വണ്ടി വരുമ്പോൾ വണ്ടി നമ്പർ നോക്കാൻ മറക്കണ്ട. കാരണം ആ വഴിക്ക് പല ക്യാബുകളും പാസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ വണ്ടി നമ്പർ ഉറപ്പാക്കുക നമ്മുടെ തന്നെയാണോ എന്ന്. വണ്ടി ഇതേ വന്ന് നിന്നിട്ടുണ്ട്. വണ്ടി വന്ന് നിന്നതും കണ്ട ട്രങ്ക് ഓപ്പൺ ആക്കി. നമ്മൾ ഓൾറെഡി മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിച്ച് പറയുകയോ ചെയ്യുന്നതിന് ഗുണമാണിത്. പിന്നെ നമ്മുടെ ലഗേജ് കയറ്റി വയ്ക്കാനായിട്ട് ഡ്രൈവർമാർ വരാറുള്ളതാണ്. എന്തോ വന്നില്ല, ഞാൻ തന്നെ കയറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ചൈനയിലൊരു ടാക്സി ബുക്ക് ചെയ്യുക വളരെ എളുപ്പമാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് പിന്നെയും കാണാം.